സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം വായിച്ച് നോമ്പുകാല ചിന്തകളിൽ അല്പസമയം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26 വാക്യം 12. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവ സംസ്കാരത്തിനായി ചെയ്തതാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:12 മറിയ ചെയ്ത ഒരു വേറിട്ട ആരാധനയെക്കുറിച്ചാണ് നാം കാണുന്നത്. നാം എല്ലാവരും ഒരു വിധത്തിൽ അഥവാ മറ്റൊരു വിധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഭക്തിയുടെ ഒരു രൂപമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ പല തരത്തിൽ മനുഷ്യൻ പരിശ്രമിക്കുന്നുണ്ട്. നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, ദൈവത്തിനായി സമ്പൂർണമായി സമർപ്പിക്കൽ, പല സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനങ്ങൾ നടത്തി അവിടെ കാണിക്കകൾ അർപ്പിക്കുന്നത്, ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവണത പുരാതന കാലം മുതൽക്കേ ഉള്ളതാണ്. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 6 മുതൽ 13 വരെ നാം വായിച്ചാൽ ഒരു വേറിട്ട ആരാധന നമുക്ക് കാണുവാൻ കഴിയും. ഒരു വേറിട്ട ആരാധന. ഈ ആരാധന അർപ്പിച്ചത് മത്തായി സുവിശേഷം 26:7 ഒരു സ്ത്രീ എന്ന് മാത്രമാണ് കാണുന്നത്. മർക്കോസ് സുവിശേഷം 14:3 ഇവളെ ഒരു സ്ത്രീ എന്ന് മാത്രമാണ് കാണുന്നത്. 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളിലാണ് ഈ സ്ത്രീയുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഈ 2 സുവിശേഷങ്ങളിലും ഒരു സ്ത്രീ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ ആരാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം 3 വാക്യത്തിലാണ്. അത് മറിയ എന്ന സ്ത്രീയായിരുന്നു. ഈ മറിയ ആരായിരുന്നു എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ മറിയ എന്ന പേരിൽ അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ യേശുവിൻ്റെ ശരീരത്തിൽ പരിമള തൈലം ഒഴിച്ച സ്ത്രീയായ മറിയ ലാസറിൻ്റെ സഹോദരിയായിരുന്നു. ഇത് നാം യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം 1 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അവിടെ മാർത്തയും അതുപോലെ ലാസറും അവരെക്കുറിച്ച് പറഞ്ഞിട്ട് മൂന്നാമത് പറയുന്നത് മറിയ ചെയ്ത ഈ യേശുവിൻ്റെ ശരീരത്തിന്മേൽ തൈലം പൂശിയതാണ്. ഒരു വേറിട്ട ആരാധന. മറ്റുള്ളവർ ദൈവത്തെ വിവിധ തരത്തിൽ ആരാധിക്കുന്നത് നമുക്കറിയാം. ഇതിൽ ചില വിമർശനങ്ങൾ അവർ നേരിടുന്നുണ്ടാകാം. എല്ലാവരും ആരാധിക്കുന്നത് ഒരുപോലെയല്ല. എങ്കിലും ദൈവത്തെ സംബന്ധിച്ചുള്ള അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആരാധിക്കുവാനുള്ള അഭിനിവേശം അവരെ പല രീതിയിൽ ആരാധനയിലേക്ക് നടത്താറുണ്ട്. അങ്ങനെയാണ്
ഇവിടെയും ഒരു വേറിട്ട ആരാധന നാം കാണുന്നത്. മറ്റുള്ളവരെല്ലാം പ്രാർത്ഥനയിലൂടെയും താണുവീണ് നമസ്കരിക്കുന്നതിലൂടെയും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ, പിന്നെ നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ, ഇങ്ങനെ വിവിധ തരത്തിൽ ആരാധിക്കുമ്പോൾ ഇവിടെ ഇതാ മാർത്തയുടെയും ലാസറിൻ്റെയും സഹോദരിയായ മറിയ പരിമള തൈലം, വിലയേറിയ പരിമള തൈലം യേശുവിൻ്റെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് അഥവാ പൂശിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയാണ്. ഒരു വേറിട്ട ആരാധന. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തിരുവചനം ഉത്ബോധിപ്പിക്കുമ്പോൾ ഓരോ മനുഷ്യനും വ്യത്യസ്ത രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെന്ന് ഈ സത്യം വെളിപ്പെടുത്തുന്നു. ആമേൻ, ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും